മുസ്ലിം ലീഗ് കോൺഗ്രസുമായുള്ള ബന്ധം അവസാനിപ്പിക്കുന്നു. UDF മുന്നണി വിടുന്നു. അത് കോഴിക്കോട് ജില്ലയിലെ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഈ വലിയ തീരുമാനം ലീഗ് എടുത്തതെന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അത് മറ്റൊന്നുമല്ല, കൂരാച്ചുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ഇപ്പോൾ വഹിക്കുന്നത് പോളി കാരക്കട എന്ന കോൺഗ്രസ് നേതാവാണ്. പോളി കാരക്കട എന്ന കോൺഗ്രസ് നേതാവ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ആദ്യ 4 വർഷം വഹിക്കുമെന്നും അതിനുശേഷം 5ാമത്തെ വർഷം മുസ്ലിം ലീഗിന് കൈമാറും എന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്തെ ഘടകകക്ഷികളുടെ ധാരണ, അല്ലെങ്കിൽ UDF മുന്നണിയുടെ ധാരണ. എന്നാൽ 4 വർഷം കഴിഞ്ഞു. ഇനി ഏറിയാലൊരു 10 മാസം കൂടിയേ കിട്ടുകയുള്ളൂ തെരഞ്ഞെടുപ്പിന്. ഈ 10 മാസ കാലാവധി മുസ്ലിം ലീഗിന് പ്രസിഡന്റ് പദവി കൊടുക്കണമെന്ന് പലതവണ ആവശ്യപ്പെട്ടു. DCC പ്രസിഡന്റ് പറഞ്ഞിട്ട് പോലും പോളി കാരക്കട ഈ പ്രസിഡന്റ് പദവി വിട്ടൊഴിയാൻ തയ്യാറാകുന്നില്ല. ഇതാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത്. അതുകൊണ്ടാണ് തങ്ങൾ കുടുംബത്തിൽ നിന്ന് താക്കീത് വന്നത്. ഇനിയും പ്രസിഡന്റ് പദവി, പഞ്ചായത്ത് പ്രസിഡന്റ് പദവി ഞങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ മുന്നണി ബന്ധം ഞങ്ങൾ ഉപേക്ഷിക്കും എന്നാണ് ഉറച്ച താക്കീത് കോൺഗ്രസിന് ലഭിച്ചിരിക്കുന്നത്. കാരണം കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ മാത്രമല്ല, മലബാർ മേഖലയിൽ ഏത് ജില്ലകളെടുത്താലും, ഇവൻ വയനാട് നമുക്കറിയാമല്ലോ, പാലക്കാട് അറിയാമല്ലോ, ഈ പ്രദേശങ്ങളിലൊക്കെ മുസ്ലിം ലീഗിന് ശക്തമായ വേരോട്ടമാണുള്ളത്, ശക്തമായ പിൻബലമാണുള്ളത്, അണികളാണുള്ളത്. അവരുടെ വോട്ട് ഷെയർ കൂടി ഇല്ലെങ്കിൽ UDF വെള്ളം കുടിക്കും, അല്ലെങ്കിൽ കോൺഗ്രസ് വെള്ളം കുടിക്കും എന്നത് യാഥാർത്ഥ്യമാണ്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് മുസ്ലിം ലീഗിൻ്റെ സമുന്നത നേതാക്കൾ പറഞ്ഞിരിക്കുന്നത്, മര്യാദയ്ക്ക് കൂരാച്ചുണ്ട് പഞ്ചായത്തിന് അധികാരം ഞങ്ങൾക്ക് കൈമാറിയില്ലെങ്കിൽ മുന്നണി ബന്ധം ഞങ്ങൾ ഉപേക്ഷിക്കും. ഒന്നാമത്തെ കാര്യം, കോൺഗ്രസ് ആകെ പരുങ്ങലിലാണ്. ഒന്ന്, PV അൻവറിൻ്റെ ഉയർത്തുന്ന വിവാദങ്ങൾ ഒരു വശത്ത് അനുകൂലമായിട്ടാണെങ്കിൽ പോലും മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ. അതേ അവസ്ഥയിലുള്ളതാണ് PV അൻവറിൻ്റെ പിന്തുണയും അതുപോലെ തന്നെ വരുന്ന പ്രഖ്യാപനങ്ങളും ഒക്കെ. അതുമാത്രമല്ല, പാർട്ടിക്കുള്ളിലെ പുനഃസംഘടന വലിയ തലവേദനയായിരിക്കുന്നു. ഹൈക്കമാൻഡിൻ്റെ താക്കീത്, ഒരാഴ്ചയ്ക്കുള്ളിൽ രാഷ്ട്രീയകാര്യ സമിതി കൂടണമെന്ന താക്കീത് നിലനിൽക്കുന്നു. ഇതിനിടയിലാണ് പോളി കാരക്കാടിൻ്റെ ഒരു ബദൽ നീക്കം DCC പ്രസിഡന്റിനെ ധിക്കരിച്ചുകൊണ്ട്, പ്രവീൺ കുമാറിനെ ധിക്കരിച്ചുകൊണ്ട് അവിടെ തന്നെ തുടരും എന്ന അവസ്ഥ. അതിന് പോളി നിരത്തുന്ന കുറേ വാദങ്ങളുണ്ട്. കാരണം തുടങ്ങി വെച്ച കുറേ വികസന പദ്ധതികൾ ഇത് പൂർത്തിയാക്കണം, പിന്നെ ലഭിക്കാനുള്ള ചില ഫണ്ടുകളുടെ കാര്യം, അതുപോലെ ഫണ്ട് വിനിയോഗം, ഇതൊക്കെ അവസാന നിമിഷം മറ്റൊരു പ്രസിഡന്റിനെ ഏൽപ്പിച്ചാൽ, മറ്റൊരാൾക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് പഞ്ചായത്തിൻ്റെ വികസനത്തെ പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ടാണ് താൻ പ്രസിഡന്റ് പദവി ഒഴിയാത്തതെന്നാണ് പോളി കാരക്കാടൻ വ്യക്തമാക്കുന്നത്. അവിടെ എന്ത് വികസനം നടന്നു എന്നതൊക്കെ പിന്നത്തെ കാര്യം. ലീഗുകാർ പറയുന്നത് മുഴുവൻ അഴിമതിയാണ്, ഈ പ്രസിഡന്റ് ശരിയാകുകയില്ല എന്ന വിമർശനം അവിടെ ഭരണകക്ഷിക്കുള്ളിൽ തന്നെ ഉണ്ട്. എന്നാൽ ഈ പ്രതിസന്ധി എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഇത്രയധികം പ്രാധാന്യത്തോടെ എടുക്കുന്നത് എന്ന് ചോദിച്ചാൽ, മലബാർ മേഖലയിലെ വോട്ട് ഷെയർ തന്നെയാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, കഴിഞ്ഞ 10 വർഷമായി സംസ്ഥാനത്ത് അധികാരമില്ല, ഡൽഹിയിൽ അധികാരമില്ല, മന്ത്രിസ്ഥാനങ്ങളില്ല, എക്സിക്യൂട്ടീവ് പവർ യാതൊന്നുമില്ല. ഏതെങ്കിലും ഒരു ബോർഡ് അധ്യക്ഷനോ ബോർഡ് മെമ്പറോ അല്ല ലീഗുകാരും. അവർക്ക്, പ്രത്യേകിച്ച് UDFയിലെ മുന്നണിയിലുള്ള പല പാർട്ടികളിലെയും ആളുകൾക്ക്, കോൺഗ്രസ് ആയാലും ലീഗ് ആയാലും, അവർക്കൊക്കെ സ്ഥാനമാനങ്ങൾ വേണം, എപ്പോഴും മന്ത്രി കസേര വേണം, അല്ലെങ്കിൽ മന്ത്രിമന്ദിരങ്ങൾ വേണം. അങ്ങനെയുള്ള ആഗ്രഹമുള്ള ആളുകളാണ് UDFയിലുള്ള ഘടകകക്ഷികളും ഘടകകക്ഷി നേതാക്കളും ഒക്കെ തന്നെ. അപ്പോഴാണ് ഒരു പഞ്ചായത്തെങ്കിൽ പഞ്ചായത്ത്, അവിടെയെങ്കിലും ഞങ്ങൾക്ക് ഭരണം വേണമെന്ന് മുസ്ലിം ലീഗ് കട്ടായം പിടിക്കുന്ന കാരണം അതാണ്. തീർച്ചയായും കോൺഗ്രസ് അതിന് അനുകൂലമാണ്. DCC പ്രസിഡന്റ് പറയുന്നു, പോളി രാജിവെക്കൂ, അടുത്ത ലീഗ് വരട്ടെ, ലീഗിന് പ്രസിഡന്റ് സ്ഥാനം മാറിക്കൊടുക്കൂ, അങ്ങനെയാണല്ലോ തെരഞ്ഞെടുപ്പ് ധാരണ എന്നൊക്കെ DCC പ്രസിഡന്റ് പറഞ്ഞിട്ടും ഇദ്ദേഹം തയ്യാറാകുന്നില്ല. കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കാൻ തയ്യാറാകുന്നില്ല. അതാണ് പ്രതിസന്ധി രൂക്ഷമാകുന്നതിന് കാരണം. ഇപ്പോൾ തന്നെ അറിയാം, PV അൻവറിൻ്റെ മുന്നണി പ്രവേശനത്തിന് കുഞ്ഞാലിക്കുട്ടി വച്ചിരിക്കുന്ന നിബന്ധന എന്താണ്? കോൺഗ്രസ് അംഗീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അംഗീകരിക്കാമെന്നാണ്. കാരണം അവർക്ക് എപ്പോഴും മേധാവിത്വം വേണ്ട, കോൺഗ്രസിനാണ് മേധാവിത്വം എന്ന നല്ല മനസ്സ് ലീഗ് കാണിക്കുന്നുണ്ട്, ലീഗ് നേതാക്കന്മാർ കാണിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും കോൺഗ്രസ് പറയട്ടെ, കോൺഗ്രസ് പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്യാം, ഘടകകക്ഷികൾ അങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് പറയുമ്പോഴും ഈ കൂരാച്ചുണ്ടിൽ കാണിക്കുന്നത് ശുദ്ധ തെമ്മാടിത്തരമാണ് കോൺഗ്രസ് കാണിക്കുന്നത് എന്ന അഭിപ്രായം മുസ്ലിം ലീഗിനുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് മുന്നണി ബന്ധം ഞങ്ങൾ ഉപേക്ഷിക്കുമെന്നും. മുന്നണി ബന്ധം ലീഗ് ഉപേക്ഷിക്കുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ കാര്യം തദൈവ.